BJP-യിൽ നിന്നുള്ള ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള MLA. ഇതിനേക്കാളെല്ലാം ഉപരി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാൾ, അത്തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ് എൻ്റെ മുമ്പിലുള്ളത്, O. Rajagopal sir. Sir, ഇപ്പോൾ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP-യുടെ ഒരു പ്രതീക്ഷ എന്താണ്? BJP-യുടെ പ്രതീക്ഷ നരേന്ദ്രമോദി വീണ്ടും തിരിച്ച് അധികാരത്തിൽ വരും. അല്ല, ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരും, പക്ഷെ കേരളത്തിൽ BJP-യുടെ ഒരു കേരളത്തിലുള്ള ഉണ്ടാവുന്നത് കേരളത്തിൽ അങ്ങനെ ഇവിടെ പാർട്ടി ബേസിസിലാണല്ലോ വോട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടി മാത്രം, കോൺഗ്രസ്സുകാരന് വേണ്ടിയിട്ട്. ദേശീയ താല്പര്യത്തിന് നരേന്ദ്രമോദിയെ പറ്റി പോലെയുള്ള ലോകപ്രശസ്തനായിട്ടൊരാൾ ജയിച്ചു വരണം എന്നുള്ള കാഴ്ചപ്പാടല്ല. എൻ്റെ പാർട്ടിക്ക് ഇത് ഉണ്ടാവണം, എൻ്റെ പാർട്ടിക്ക് എത്ര വോട്ട് വേണം, അത്രേ അവർക്ക് താല്പര്യമുള്ളൂ. ദേശീയ താല്പര്യത്തിന് എപ്പോഴും മുൻഗണന കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പകരം പാർട്ടി ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്നത് ശരിയല്ല. കേരള നിയമസഭയിൽ കഴിഞ്ഞ തവണ 35 സീറ്റ് കിട്ടും എന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞത്. എൻ്റെ ചോദ്യം, ഇത്തവണ 20 സീറ്റിൽ അതേ ഒരു വിലയിരുത്തലാണ്. ആ വിലയിരുത്തൽ ജനങ്ങൾ അംഗീകരിച്ചില്ല. ഇത്തവണ ലോക്സഭയിലേക്ക് അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എത്ര സീറ്റ് ജയിക്കാൻ BJP-ക്ക് എന്തെങ്കിലും സാധ്യത? പറയാൻ സാധിക്കില്ല. അതിനെ പറ്റിയിട്ട് എന്താണ് ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് അതിനെ അസസ് ചെയ്തിട്ടില്ല, അറിയില്ല എനിക്ക് അതിനെ പറ്റിയിട്ട്. സുരേഷ് ഗോപിയുടെ ഒരു സാധ്യതയും സാർ ഇതുവരെ അങ്ങനെ അദ്ദേഹം സുരേഷ് ഗോപി നിൽക്കണമെന്നുള്ള സംസാരമുണ്ട്. അത് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാം. സുരേഷ് ഗോപിയുടെ കപ്പാസിറ്റി, സുരേഷ് ഗോപി വെറും ഒരു പാർട്ടിക്കാരനല്ലല്ലോ, ഒരു പ്രവർത്തകൻ. അവരെ വേണ്ട പോലെ എല്ലാ പാവങ്ങളെയും സഹായിക്കുന്ന, കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സഹായമൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് അയാൾ ഒരു MP ആയിട്ട് മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജയിച്ചുവിടാന്നില്ല, ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഈ സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോൾ സാർ, ഇവിടെ പാർട്ടിക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ BJP-ക്കുള്ളിൽ? എല്ലാ പാർട്ടിക്കുള്ളിലും ഉണ്ടാവും, പക്ഷേ ഈ പാർട്ടിക്കുള്ളിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലരെയും അവർ മഹിളാ മോർച്ചയുടെ ഉയർന്ന നേതൃത്വം BJP-യുടെ വൈസ് പ്രസിഡന്റാണ് ഇങ്ങനെ ഒഴിവാക്കി എന്ന് പറയുന്നത്. അല്ല, എങ്കിൽ പോലും പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആക്കി വരുന്നത് ഒഴിവാക്കലാണ്. അല്ല, ഇത് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് എനിക്ക് പലപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇതിനേക്കാൾ എന്താ സാധിക്കുക? അവരെ ആ സ്ഥാനത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങളല്ലേ ഇതിനെ റിയാക്ട് ചെയ്യേണ്ടത്, അവരുടെ പിന്തുണയല്ലേ വേണ്ടത്. അല്ല, ഇത് ശോഭാ സുരേന്ദ്രൻ്റെ കേസിൽ മാത്രമല്ല, പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ വോട്ട് പലപ്പോഴും സമാഹരിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഇലക്ഷനിൽ. അതെ, ചെയ്തിട്ടുള്ളതാണ്, ശരിയാണ്. പക്ഷേ അതിനേക്കാൾ സപ്പോർട്ട് ജനങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടി എന്നാണ് സാറിൻ്റെ വിലയിരുത്തൽ. അല്ല, ഇതുപോലെ തന്നെ ഇപ്പം ചെറിയ ആളുകൾ, അതായത് പാർട്ടിയിൽ ഈ ചർച്ചയ്ക്കൊക്കെ വരുന്ന, കുറെ കൂടി തിളങ്ങുന്ന, നന്നായി സംസാരിക്കുന്ന സന്ദീപ് വാര്യർ, അതുപോലെ വാചസ്പതി, ഇതുപോലെയുള്ള ശിവശങ്കരൻ, ഇതുപോലെയുള്ള പല ആളുകളെയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BJP എന്ത് ചെയ്യാണ്, സൈഡ് ലൈൻ ചെയ്യാണെന്നുള്ളൊരു വിമർശനമുണ്ട്. അതെങ്ങനെയല്ല, സാറിനോട് ഇത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാറ് കുറെ കൂടി സത്യസന്ധമായ ഉത്തരം പറയുന്നുള്ളൂ. റെപ്രസെൻ്റ് ആയിട്ട് അതിന് ഓരോ വാചസ്പതി അങ്ങനെയുള്ള കൂട്ടുകെട്ടി കൊടുക്കാനുള്ള ചാൻസ് കാണാറുണ്ടല്ലോ. അല്ല, ഇടയ്ക്ക് അവരെ മാറ്റി നിർത്തുകയും പിന്നീട് ഇപ്പോൾ വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അവരുടെ അപ്പിയറൻസ് ഉണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മുടെ ഐഡിയോളജിയെ സംബന്ധിച്ചിട്ട് ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പറയാൻ അവർക്ക് രണ്ടുപേർക്കും കഴിവുള്ളവരാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ BJP-യുടെ ഒരു നേതൃത്വം ഇപ്പം നന്നായിട്ട് തന്നെയാണ് പോകുന്നത് കേരളത്തിൽ? അതിന് ലിമിറ്റേഷൻ ഉണ്ട്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല കേരളം. കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ചരിത്രവും സംഭവവും ഒക്കെ ആയിട്ട് അവിടെ. പക്ഷേ എങ്കിൽ പോലും പറയാം, ഇപ്പൊ സാറ് സഹമന്ത്രി ആയിരുന്നപ്പോൾ, റെയിൽവേ സഹമന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് വികസനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നു. നമുക്ക് പ്രത്യേകമായ സോൺ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ അതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അതിനുശേഷം കേരളത്തിൽ നിന്ന് മന്ത്രിമാരായ നിരവധി പേർ BJP-യിലുണ്ട്. ഇപ്പൊ BJP എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വി മുരളീധരൻ അല്ല, വി മുരളീധരൻ മന്ത്രിയായിരുന്നു, കേരളത്തിൽ നിന്നല്ല, നോമിനേറ്റഡ് ആയി. വി മുരളീധരൻ അല്ല, സാറും രാജ്യസഭയിലേക്ക് നോമിനേറ്റഡ് ആയ പോലെ അവർ നോമിനേറ്റഡ് ആയിരുന്നു. അല്ല, ഇലക്ഷൻ ജയിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, മന്ത്രിയായിട്ടുണ്ട്. ഇപ്പൊ വി മുരളീധരനും അൽഫോൺസ് കണ്ണന്താനവും ഇതുപോലെ നിരവധി ആളുകൾ മന്ത്രിയായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും സാറിന്റെ അത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ സാറിന് അത്രയും കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ കാണാം നമുക്ക്. കാരണം മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് നല്ലപോലെ സഹായമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്.